ഈ റെസിപ്പിയിൽ ആദ്യം വേണ്ടത് ഏതെങ്കിലും ഒരു പൊടിയാണ്. ഞാനിവിടെ വീട്ടിലെ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണേൽ അരിപ്പൊടി എടുക്കാം, റവ എടുക്കാം, അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇനി ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ട് ആണ് എടുത്തപ്പോൾ ഉള്ളത്. ഡ്രാഗൺ ഫ്രൂട്ട് ഞാൻ ജസ്റ്റ് മാഷ് ചെയ്താണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണേൽ അരച്ചെടുക്കാം, ഞാനിവിടെ ജസ്റ്റ് മാഷ് ചെയ്താണ് കൊടുക്കുന്നത്. ഇനി നമ്മൾ എടുത്തു വെച്ച പൊടി ഉണ്ടല്ലോ, ഗോതമ്പ് പൊടിയിലേക്ക് ഈ ഡ്രാഗൺ ഫ്രൂട്ട് മാഷ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളം വേണമെങ്കിൽ ലേശം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ വെള്ളം ചേർക്കുന്നില്ല. ഇനി അടുത്ത ഇൻഗ്രീഡിയൻറ്റ് മുട്ടയാണ്. നമ്മളെടുത്ത ക്വാണ്ടിറ്റി അനുസരിച്ച് മുട്ട എടുക്കുക. ഇവിടെ കുഞ്ഞിന് വേണ്ടി ആയതുകൊണ്ട് ഒരു മുട്ട എടുത്തിട്ടുള്ളൂ. ഈ ഒരു മുട്ടയും കൂടെ ആ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. കൺസിസ്റ്റൻസി കട്ടിയാണെങ്കിൽ ഇച്ചിരി ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ലേശം ചൂടുവെള്ളം ചേർത്ത് കൊടുത്ത് കുറച്ചൊന്ന് ലൂസ് കൺസിസ്റ്റൻസി ആക്കിയിട്ടുണ്ട്. ഈ ഡ്രാഗൺ ഫ്രൂട്ട് നമ്മൾ വിചാരിക്കുന്ന ആളൊന്നുമില്ല, ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരാളാണ്. വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്, ഫൈബർ അടങ്ങിയിട്ടുണ്ട്, പിന്നെ ഇത് നല്ല രീതിയിൽ അയൺ കണ്ടന്റ് ഉള്ള ഒരു ഫ്രൂട്ടാണ്. സോ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് വളരെ നല്ലതാണ്. ഇനി നമുക്ക് ഇത് പാൻ കേക്ക് ആക്കാം. ഞാനിവിടെ ഒരു പാൻ എടുത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ചെറുതായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലുതായിട്ടും ഉണ്ടാക്കിയെടുക്കാം. കുഞ്ഞിന് വേണ്ടി ചെറിയ പാൻ കേക്ക് ആയിട്ട് ചുട്ടെടുക്കാമെന്ന് വെച്ചു. ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, അതൊന്ന് വെന്ത് വരുന്നുണ്ട്. ഇതിൻ്റെ വൈറ്റ് ഡ്രാഗൺ ഫ്രൂട്ട് ആണെങ്കിലും കുഴപ്പമില്ല, ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. റെഡ് ആണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കുറച്ചുകൂടെ കാണാനൊക്കെ ഒരു കൗതുകമായിരിക്കും റെഡ് കളറിലെ പാൻ കേക്ക് കഴിക്കാൻ. അപ്പോൾ റെഡ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ കഴിക്കാൻ ഒരു ഇൻട്രസ്റ്റ് കാണിക്കുന്നു. ഒരു സൈഡ് വെന്ത് വന്നപ്പോൾ തിരിച്ചിട്ട് കൊടുത്തപ്പോണ്ട് തിരിച്ച് നമുക്ക് നല്ല രീതിയിലൊന്ന് കുറച്ച് ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കണം. നല്ല രീതിയിലൊന്ന് വെന്ത് കിട്ടണം, മുട്ടയൊക്കെ ചേർത്തിട്ടുള്ളതായതുകൊണ്ട്. ഇപ്പം നമ്മുടെ വെന്ത് ഏകദേശം ഒരു നല്ല രീതിയിലായിട്ടുണ്ട്. ഇപ്പം നല്ലതാ ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മുടെ പാൻ കേക്ക്സ്. ഈ രീതിയിലാണ് പാൻ കേക്ക്സ് ഇരിക്കുന്നത്. ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ആളാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട്. അപ്പോൾ ഇത് എന്തെങ്കിലുമൊക്കെ റെസിപ്പി ആക്കി മാറ്റി കൊടുത്താൽ എന്നും ഫ്രൂട്ട് കഴിക്കുന്നതിനെക്കാട്ടി ഒരു ചേഞ്ച് ആയിരിക്കും കുട്ടികൾക്കൊക്കെ. വളരെ നല്ലൊരു റെസിപ്പിയാണ്, എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ചൂടോടെ കഴിക്കാനൊക്കെ വളരെ ടേസ്റ്റാണ്. എൻ്റെ കുഞ്ഞിന് ഇത് ഭയങ്കര ഇഷ്ടമാണ്. ആൾ കൊടുത്തപ്പോൾ തന്നെ ഇത് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഈ ഒരു